Yeah, happy so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്ന പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കയറി ചെന്നിരിക്കുന്ന വൈൽഡ് കാർഡ് എൻട്രീസ് ഉണ്ടല്ലോ, അവർക്ക് അത്യാവശ്യം നല്ല ആവേശവും ഉന്മേഷമൊക്കെ ഉണ്ട്. സീരിയസ്ലി മാൻ, അടിപൊളിയാണ്, നല്ലതാണ്, ആവേശവും ഉന്മേഷവും ഒക്കെ വേണം. പക്ഷേ ആ ഹൗസിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പുള്ള ഇതേ ആവേശവും ഉന്മേഷവും ഒക്കെ ആ ഹൗസിലേക്ക് കയറി ചെന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് മുമ്പോട്ടുള്ള യാത്രയിലും അവരെ കൊണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റണം, നിലനിർത്താൻ പറ്റിയേ പറ്റൂ, അവരെ കൊണ്ട് സാധിക്കണം. അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഷോ താഴേക്ക് പോവില്ലേ? ആ ഷോ താഴേക്ക് പോവില്ലേ? അങ്ങനെ എന്തായാലും പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ കയറി ചെന്നിരിക്കുന്ന ഓരോ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസിനും അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും എന്താ പറയുക ധാരണകളും ഇതുവരെ ഈ ഷോ കണ്ടതിൽ നിന്നും ഒക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പല കാര്യങ്ങളും പറയുന്നതൊക്കെ കേട്ട സമയത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവരിൽ ഒരുപാട് പ്രതീക്ഷകളൊക്കെ തോന്നുന്നുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലാണ്, അവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 സീരിയസ്ലി മാൻ, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ വൈൽഡ് കാർഡ് എൻട്രീസ് കാരണം മുമ്പുള്ളതിനെക്കാട്ടിലും ഭയങ്കരമായൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസണായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈൽഡ് കാർഡ് എൻട്രി തന്നെയാണ്. കാരണം യൂട്യൂബറാണ്, പുള്ളിയെ ഒരുപാട് ആളുകൾക്ക് അറിയാം. പുള്ളിയും ഉണ്ണിമുഖന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സിയിലൊക്കെ പെട്ടതിന് ശേഷം വീണ്ടും അയാൾക്ക് ഒരു എന്താ പറയുക ലൈം ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അയാളെ വെറുക്കുന്നവരുണ്ട്, അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. സോ അത്തരത്തിലുള്ള ഒരാൾ ആ ഹൗസിലേക്ക് കയറി ചെല്ലുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായൊരു ഹൈപ്പ് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. ഇനിയൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം, വിലയിരുത്താം. ഇനി വേറെ ചില കാര്യങ്ങളിലേക്ക് കിടന്നോട്ടെ. സീക്രട്ട് ഏജന്റ് നേരെ കയറി ചെന്നിട്ട് ഗബ്ബറുടെ തലയമ്പിലേക്ക് മറ്റേ മാലയിട്ടു, സ്ട്രോങ് പ്ലെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് പുള്ളിയോടൊരു ദേഷ്യം തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഇയാളെന്താ അങ്ങനെ ചെയ്തേ, അല്ലെങ്കിൽ ഇങ്ങനെ നീ അതിനകത്ത് കയറിയിട്ട് അവരുടെ കൂടെ കൂടുമോ, അയാളെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നുള്ള ഇതിൽ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഉള്ള കാര്യം തുറന്നു പറയാലോ, അതിൻ്റെ അകത്ത് പോയിട്ട് ഒരു കാരണവശാലും പുള്ളി അയാളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ കൂടെ കൂടാനോ ഒന്നും നിൽക്കില്ല. അതിൻ്റെ അകത്ത് ആരുടെയും കൂടെ അയാൾ നിൽക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടും അയാൾ കളിക്കാൻ വേണ്ടി പോകുന്നില്ല. അയാൾ അതിൻ്റെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരുത്തനെയും വെറുതെ വിടില്ല എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. ഒരുത്തനെയും വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല. മിക്കവാറും അങ്ങനെ എല്ലാവരെയും കയറി എടുത്തങ്ങ് ഉടുക്കും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം കയറി ചെന്നു, ഇനി ഗബ്ബറിൻ്റെ അടുത്തൊന്ന് കൂട്ടുകൂടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പം അർജുനായിട്ട് കൂട്ടുകൂടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഋഷിയായിട്ട് കൂട്ടുകൂടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജാൻമണിയായിട്ട് കൂട്ടുകൂടി എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ ആയിട്ട് ഇയാൾ കൂട്ടാണല്ലോ എന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് മെല്ലെ അയാൾ ഇവരെ പിടിച്ചിട്ട് ഊക്കി വിടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഊക്കുമ്പോൾ വിചാരിക്കും ഇയാൾ കളി തുടങ്ങി, ഊക്ക് തുടങ്ങി, ഇനി ഇവരായിട്ട് ശത്രുതയായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള കളികളൊക്കെയാണ് ഞാൻ പുള്ളിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. സോ ഇറ്റ് വുഡ് ബി മോർ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ്. അപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ പുള്ളിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യമൊക്കെ ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിനെ അറിയുന്നത് കൊണ്ട് പറയുന്നതാണ്. ആൾ ഗെയിം കളിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ അതിൻ്റെ അകത്തേക്ക് വെറുതെ കയറി ചെല്ലില്ല. അങ്ങേര് എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും കയറി ചെന്നിട്ടുണ്ടാവുക. അയാൾ കയറി ചെന്നിട്ട് ഗബ്ബറുടെ തലയിലേക്ക് ഈ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് ഇട്ടതേ അയാളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു സംഭവം വേറൊരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഒരിക്കലും എന്താണ് പറയുക പുള്ളിനെ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളീനെ അങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ഒരു ഗെയിമിൻ്റെ സെൻസിലാണ് പുള്ളിയുടെ ആ ഒരു മാലയിടലിനെ ഡീകോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. അങ്ങേര് അതിൻ്റെ അകത്ത് കയറിയിട്ട് എല്ലാവരെയും പിടിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. എല്ലാവരെയും പിടിക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ ഗബ്രിയും സീക്രട്ട് ഏജന്റും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, വാഗ്വാദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വരെ ആക്ച്വലി ഉണ്ട്. പിന്നെ ജാസ്മിൻ ഗബ്രി കോംബോ ഒബ്വിയസ്ലി അയാളായിട്ടത് പൊട്ടിക്കാനായിട്ടുള്ള കളി കളിക്കുമോയെന്നൊന്നും എനിക്ക് ആക്ച്വലി അറിയത്തില്ല. പക്ഷെ അത് പൊട്ടാനുള്ള സാധ്യതകൾ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ കയറിയതിന് ശേഷം ഒരുപാട് ഉണ്ടാവും. ഒരുപാട് കോൺഫ്ലിക്റ്റ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ആക്ച്വലി ഉണ്ടാവും. അപ്പോൾ അതിൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. ഈ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഡേഞ്ചർ. മനസ്സിലായില്ലേ? ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഡേഞ്ചർ. പക്ഷെ ഇവര് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി ഒന്നുമില്ല. ഇവര് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ജാസ്മിന് പിന്നെയും പിടിച്ചു നിൽക്കാം. ജാസ്മിൻ
വളരെ സിമ്പിളായിട്ട് പുട്ട് പോലെ ഗെയിം കളിച്ച് മുമ്പോട്ട് ഇനിയും ഇതിലും സ്ട്രോങ് ആയിട്ട് കളിച്ച് മുമ്പോട്ട് പോകും. പക്ഷെ ഈ കോംബോ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമോഷണലി വളരെ വീക്കാവാൻ വേണ്ടി പോകുന്നത് ഗബ്രിയാണ്. അപ്പോൾ ഇത് പൊട്ടിയതിന് ശേഷം ഗബ്രിയുടെ പോക്ക് എങ്ങനെയാണ് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ആക്ച്വലി ഇരിക്കുന്നത്. സോ സീക്രട്ട് ഏജന്റ് ആണെന്നുണ്ടെങ്കിലും ഏത് വൈൽഡ് കാർഡ് എൻട്രി ആണെന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് ആ കോംബോ പൊളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അതൊരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. അത് ലൈഫ് ടൈമാണ്. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഇത് മുടിക്കണവർക്ക് ലൈഫ് ടൈം ഇടാ എന്ന് പറഞ്ഞ പോലെ അവരുടെ കോംബോ പൊട്ടിക്കൽ എളുപ്പമൊന്നുമല്ല. പക്ഷെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വേറൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. പിന്നെ മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ ആർ ജെ പുള്ളിക്കാരൻ നല്ല രസമുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് തുറന്നു പറയണം, അല്ലാണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിൽക്കരുതെന്ന്. അവർ പ്രേമിക്കൊന്നുമല്ല, അത് നമുക്ക് ആക്ച്വലി അറിയാം. എന്താ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെയാണ് അവർ പോകുന്നത്, പ്രേമമല്ല. പക്ഷെ എന്നാലും അയാൾ പറഞ്ഞ കാര്യം രസകരമായിട്ട് തോന്നി. പക്ഷെ അയാൾ ആ പറഞ്ഞ കാര്യം അയാൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് തെളിയിച്ചിട്ട് അത് ഫണ്ണി രൂപത്തിലാണെന്നുണ്ടെങ്കിലും അവരതിനെ എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി അയാളെ കൊണ്ട് സാധിക്കണം. പിന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് മറ്റേ ഗേ എന്ന് പറഞ്ഞില്ലേ, അയാളുടെ പേര് അഭിജിത്ത് അല്ലേ? അഭിജിത്താണോ അഭിഷേകാണോ? ആ ചങ്ങാതി ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പുള്ളിക്കാരൻ. അല്ലെങ്കിൽ അയാളെ കൊണ്ട് പറ്റും. ലൈക്ക് അയാളൊരു ഗേ ആണ്, അയാൾ LGBT കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. അപ്പം അയാൾ നേരെ ചെന്നിട്ട് മാലയിട്ടിട്ട് മറ്റേ ജാൻമണിക്കാണ് കൊണ്ട് ഇട്ട് കൊടുത്തത്. ലൈക്ക് അതിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ അവരാണ് മാല ഇട്ടത്. റീസൺ പറഞ്ഞത് വളരെ കൃത്യമാണ്. ലൈക്ക് അവർ കാർഡിറക്കുന്ന ഏറ്റവും മോശമായ ഒരു കാര്യമാണ് അല്ലേ? ജെൻഡർ കാർഡ് ഇറക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഇറക്കുന്നതിൻ്റെ എതിരെയാണ് ഈ പുള്ളിക്കാരൻ കൊണ്ടുപോയിട്ട് മാല ഇട്ടത്. അത് വളരെ നല്ലൊരു പരിപാടിയായിട്ട് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ വേറൊരു അഭിഷേക് വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളി LGBTQ-ക്കെതിരെ സംസാരിക്കുന്ന ഒരു ആളാണ്. ബട്ട് സ്റ്റിൽ പുള്ളിയുടെ നിന്നൊക്കെ ഒരുപാട് കണ്ടന്റുകൾ അതിൻ്റെ അകത്തുനിന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് അയാളാണെന്നുണ്ടെങ്കിലും ജാൻമണിയിടയിൽ പോയിട്ട് ഇത് മാലയിടുന്നൊരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ടായി. സോ ഏത് തരത്തിലുള്ള അടിയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിഷയമാണ് ആ അഭിജിത്തും ജാൻമണിയും തമ്മിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ കയറിയതിന് ശേഷമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് തമ്മിൽ തന്നെ വഴക്കുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ രണ്ട് അഭിജിത്തുമാർ തമ്മിൽ, ഇവൻ ഗേ ആണ്, മറ്റവൻ ഈ LGBTQ-എതിരാണ്. സോ ഓഫ് കോഴ്സ് ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ടോക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലുള്ള ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു LGBT കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളും ഒരു LGBT കമ്മ്യൂണിറ്റിനെ എതിർക്കുന്ന ഒരാളും തമ്മിൽ ഒരു വിഷയം വരുന്ന സമയത്ത്, ആര് തമ്മിൽ വിഷയം വന്നു കഴിഞ്ഞാലും നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇവിടെ ഒരു കണ്ടന്റ് മേക്കർ ആണല്ലോ, എല്ലാ തരത്തിലുള്ള കണ്ടന്റും എടുക്കുന്ന ഒരാളാണ്. സോ ഓഫ് കോഴ്സ് പുള്ളിക്ക് അവിടെ പോയാൽ ചാകരയായിരിക്കും. മൂപ്പർക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് മര്യാദയ്ക്ക് അതിൻ്റെ അകത്ത് കോണ്ടന്റ് വൈസ് മൂപ്പര് വളരെ കീനായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് അയാൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ അകത്ത് ഭയങ്കരമായൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടന്റുകൾക്ക് ക്ഷാമം ഉണ്ടാവില്ല. അത് പുള്ളി അതിൻ്റെ അകത്ത് ഉഷാറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് അതിൻ്റെ അകത്ത് ഉഷാറായിട്ട് ഗംഭീരമായിട്ട് നിലനിൽക്കാൻ വേന്നൊള്ളതാണ് പറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്തത് ആരാണ്? പൂജ ഭയങ്കര എൻ്റർടൈനറല്ല, ആളൊരു പാവൊരു ചങ്ങാതിയാണ് തോന്നുന്നുണ്ട്. പിന്നെ ആള് ഭയങ്കര ഹൈജീനിക്കായിട്ടൊക്കെ നോക്കുന്ന ആളാത്ര അല്ലേ? ഹൈജീൻ അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് ജാസ്മിനെയാണ്. ജാസ്മിൻ അത്ര കുറേ കാര്യങ്ങളിലൊക്കെ അൺഹൈജീനിക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ കുറേ വിമർശനങ്ങളൊക്കെ ജാസ്മിനെ പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതിൻ്റെ അകത്തു നിന്നാണെങ്കിലും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. സോ പൂജയൊക്കെ കയറുന്ന സമയത്ത് നൈസായിട്ട് ജാസ്മിനെയൊക്കെ ഹൈജീൻ്റെ പേരിൽ പടച്ച് ഏറെ കയറ്റോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. മിക്കവാറും അതൊക്കെ സംഭവിക്കാം. അതൊക്കെ ഒരു കണ്ടന്റാണ്. അതേപോലെ തന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് മറ്റേ ജിൻഡോനെയാണ്. അത് നല്ലൊരു കാര്യം. അവർ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ പറഞ്ഞത് വളരെ കൃത്യമാണ്. അത് എനിക്കും വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി. കാരണം ഞാൻ മുമ്പുള്ള പല വീഡിയോസിൻ്റെ അതും പറഞ്ഞിട്ടുള്ളതാണ്, ജിൻഡോ നുണ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നത്, തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടാവാത്തതൊക്കെ പുള്ളിയുടെ ഏറ്റവും വലിയ നെഗറ്റീവാണ്. അപ്പോൾ നമുക്കതിനത് ഇറിറ്റേറ്റിംഗ് ആയിട്ട്, എനിക്ക് പേഴ്സണലി ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പൂജയും അതാ പറയുന്നത്, അത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. സോ അവർ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിക്കാൻ ശ്രമിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇറ്റ്സ് ഗുഡ്. പൊളിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ പൊളിക്കാൻ വേണ്ടി പറ്റട്ടെ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അതിൻ്റെ അകത്തുള്ള ആളുകളുടെയൊക്കെ മുഖം എക്സ്പോസ് ചെയ്യുക എന്നുള്ളൊരു സംഭവം തന്നെയാണല്ലോ. പിന്നെ എന്താണ്, പിന്നെ ഒരു നന്ദന അറിയില്ല, ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ് ആൻഡ് അവർ ഭയങ്കര ആവേശത്തിലൊക്കെയാണ് വർത്തമാനം പറയുന്നത്. അവരെ വിലയിരുത്താറായിട്ടില്ല. കാരണം ബാക്കിയുള്ളവരിൽ നിന്ന് ഭയങ്കരമായിട്ട്
എന്താണ് വർത്തമാനം പറയുന്നതായിട്ടും ചാടിച്ചുള്ളുന്നതായിട്ടാണ് കണ്ടത്. സോ ഞാനൊന്നും പറയുന്നില്ല ഇപ്പോൾ, അണ്ടർസ്റ്റിമേറ്റും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുമില്ല. അവരെ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവരുടെ 2 ദിവസത്തെ പരിപാടികൾ കണ്ടിട്ട് മാത്രമേ അവരെ ഞാൻ വിലയിരുത്തുന്നുള്ളൂ. പിന്നെ എന്താണ്, മുടിയനെയൊക്കെ ആരോ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരാ ടാർഗറ്റ് ചെയ്തെന്നുള്ളത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല, ഓർമ്മ വരുന്നില്ല. പക്ഷെ മുടിയനെ ടാർഗറ്റ് ചെയ്തതിൻ്റെ റീസൺ പറഞ്ഞത് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി. അതായത് ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ ഇരിക്കുന്നൊരു ചങ്ങാതിയാണ് മുടിയൻ. വളരെ കറക്റ്റാണ്, എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പിന്നെ ആ ബെഡിൽ തന്നെ ഇങ്ങനെ ഇരിപ്പാ, അൻസിബയുടെ അപ്പോൾ ഉള്ളൊരു ഇരിപ്പാ. അത് പബ്ലിക്കും പറഞ്ഞിട്ടുണ്ട്, ആ ഇരിപ്പാണ് എന്നുള്ളത്. ഇരിപ്പോടി ഇരിപ്പ്, അവിടെ നിന്ന് എണീച്ചിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. അവിടെ നിന്നൊക്കെ എണീച്ചിട്ടൊക്കെ ഒന്ന് വരണ്ടേ, നല്ല രസമുള്ളൂ. പിന്നെ അൻസിബയുടെ കാര്യവും പറഞ്ഞത് കൃത്യമാണ്. അത് ആരാ പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല, പക്ഷെ പറഞ്ഞത് കൃത്യമാണ്. അയ്യോ, അത് സീക്രട്ട് ഏജന്റ് ആണോ പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ലടാ. എന്താ മറ്റേ അവരിതിൻ്റെ ഇടയിൽ കൂട്ട ചില പരിദൂഷണം പരിപാടികൾ, അല്ലെങ്കിൽ അവിടെ ഇവിടെയും പോയിട്ട് ഇങ്ങനെ പിന്നാലെന്ന് കുത്തിവിടൽ, അവസാനം അത് ഇപ്പുറത്ത് എക്സിക്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞത് അത് കറക്റ്റാണ്. പക്ഷെ അൻസിബേനെ ഇൻഡിവിജ്വലായിട്ട് കൊണ്ടുവരണം. അൻസിബേനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വലായിട്ട് കൊണ്ടുവരണം. ഇൻഡിവിജ്വലായിട്ട് കൊണ്ടുവന്നിട്ട് അവർ ഇൻഡിവിജ്വലായിട്ട് നിർത്തണം. ആ സമയത്ത് അവരെങ്ങനെ അതൊക്കെ ടാക്കിൾ ചെയ്യും, അവരെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം, ആയിട്ടല്ലേ ഉള്ളൂ അല്ലേ. നമ്മൾ ഹൗസിലേക്ക് കയറിയിട്ടുള്ള ഇവരുടെ ആരുടെയും പെർഫോമൻസ് ഒന്നും, ഒരു ഡയലോഗുകളും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതിന് മുമ്പാണ് നമ്മൾ ഇത്രയും പേര് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള അവരുടെ ഇൻട്രോയിൽ അവരുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് വർത്തമാനം പറയുന്നത്. അപ്പോൾ എന്തായാലും ഉഷാറാവട്ടെ, ഷോ ഗംഭീരമാവട്ടെ, താഴാതെ പോട്ടെ, ഗംഭീരമാവട്ടെ. 6 വൈൽഡ് കാർഡ് എൻട്രി ആടാ, 6 വൈൽഡ് കാർഡ് എൻട്രി നിസാര പരിപാടിയാണോ? ഈ കണ്ട സീസണിൽ നോക്കുന്ന സമയത്ത് 6ാമത്തെ സീസണിലാണ് ഒറ്റയടിക്ക് 6 വൈൽഡ് കാർഡ് എൻട്രീസിനൊക്കെ കൊണ്ടുവരുന്നത്. അത് തന്നെ മാറ്റിപ്പിടിക്കലാണ്. ശരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 6 മാറ്റിപ്പിടിക്കൽ എന്ന് പറയുന്ന ടാഗ് സ്യൂട്ടാണ്, പക്കയാണ്. കാര്യം ഒരുപാട് കാര്യങ്ങളിൽ അവർ മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എലിമിനേഷൻസ് നടന്നതൊക്കെ മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തുടക്കം തൊട്ടൊക്കെ അല്ലേ, മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞാൽ റോക്കി തല്ലിയത് മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമല്ല, അത് അറിയാണ്ട് മാറ്റിപ്പിടിക്കൽ എന്നുള്ള രീതിയിലായിപ്പോയി എന്ന് മാത്രം. അത് തല്ലിയത് ഒഴിച്ചാൽ രതീഷിൻ്റെ എലിമിനേഷനൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാപ്പൻ ചെയ്തു. സിജോവിന് വെളിയിൽ പോകേണ്ടി വന്നു, റോക്കി തല്ലിയിട്ട് റോക്കിക്കും വെളിയിലേക്ക് പോകേണ്ടി വന്നു. സോ ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹാപ്പൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ടാഗ് അറം പറ്റി എന്ന് തന്നെ പറയാം. അതായത് മാറ്റിപ്പിടിക്കൽ എന്നുള്ളൊരു ടാഗ് അറം പറ്റി. പിന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റിപ്പിടിക്കലായിട്ട് എനിക്ക് തോന്നിയത് ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ തീപ്പൊരി. അയ്യോ, പബ്ലിക് പറയാൻ ആഗ്രഹിക്കുന്ന, പബ്ലിക് ചിന്തിക്കുന്ന കാര്യങ്ങൾ, പബ്ലിക് അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ വിമർശിക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വിമർശിക്കണം എന്നാഗ്രഹിക്കുന്നു, അതേ തരത്തിൽ തന്നെ ലാലേട്ടൻ നിന്ന് അടിച്ചു പൊളിക്കുന്നു, മാസ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അപ്പോൾ ശനി ഞായർ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ശനി ഞായർ എപ്പിസോഡ് വളരെ ബോറിങ്ങാണ്, നമുക്ക് കാണണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ശനി ഞായർ ലാലേട്ടൻ വന്നിട്ട് വർത്തമാനം പറയുന്നത് കേൾക്കാനുള്ളൊരു ആക്രാന്തം കൂടി തുടങ്ങി. അതൊരു വല്ലാത്തൊരു മാറ്റിപ്പിടിക്കലായിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്, മാറ്റിപ്പിടിക്കൽ. അപ്പോൾ ഇനിയും മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. റീ എൻട്രീസ് സംഭവിക്കാം അല്ലേ. റീ എൻട്രി എന്ന് പറഞ്ഞാൽ സിജോൻ്റെ വരവും കൂടി ഇനി ആക്ച്വലി നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ റീ എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്.